ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ട് നമ്മൾ മൺഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്, അതായത് ജൂൺ 9th എനർജി. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് പൈൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ എനർജി എന്താണെന്ന്. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മൺഡേ എനർജി, ജൂൺ 9th എനർജി എന്താണ്? താങ്ക് യു. ടെമ്പറൻസിൻ്റെ എനർജിയാണ്. ഇന്ന് ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ്, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി ഡിറ്റർമിനേഷൻ, അതായത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ 100% കൊടുക്കാനായിട്ട്, ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡാണ്. കുറച്ച് പേർക്ക് ഒത്തിരി ജസ്റ്റിസ്, നീതിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് എവിടെയാണോ കുറവുകളുള്ളത്, എവിടെയാണോ തെറ്റുകൾ തിരുത്തേണ്ടത്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവ് ഗ്രോത്ത് കൊണ്ടുവരുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു ന്യൂ ഡയറക്ഷൻ, പുതിയൊരു രീതിയിൽ ചിന്തിക്കുന്ന പുതിയൊരു പാത്ത് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകുന്നുണ്ടാകാം. ഓക്കെ, ദ വേൾഡിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു മാറ്റത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ഫേസ്, ന്യൂ എനർജിയിലോട്ട് നിങ്ങൾ കടക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് യാത്രയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രാവൽ, ഇൻ്റർനാഷണൽ ട്രാവൽ ആയിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലെസ്സിങ് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി പ്രൊട്ടക്ഷനും കാണുന്നുണ്ട്. ഓക്കെ, പല രൂപത്തിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, നിങ്ങളുടെ ആ ഒരു ആത്മധൈര്യം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ലോ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തപ്പോൾ, വിചാരിച്ച ആ ഒരു റിസൾട്ട് കൊണ്ടുവരാത്തപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ, നിങ്ങളൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ അതുപോലെ റിസൾട്ട് വരണം എന്നില്ല. അവിടെ ഒരു നിരാശ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് അവിടെ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക, കുറച്ചും കൂടെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കുക, സിറ്റുവേഷൻസ് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ട്രൂത്ത്, ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജി മനസ്സിലാക്കാനായിട്ടാണ് കുറച്ച് പേരോട് പറയുന്നത്. നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ എനർജീസ് അതിൻ്റെ പുറകിലുണ്ടാകാം. അത് വർക്കാകാത്തത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി സംഭവിച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള റീസൺസ് ഉണ്ടാകാം. അത് മനസ്സിലാക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു എനർജി സെർവ് ചെയ്യുന്നില്ല, ഈ ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അത് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് എഗെയിൻ ഒരു ന്യൂ പാത്ത്, ന്യൂ ഡയറക്ഷൻ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റിവിറ്റി നൽകുന്ന, നല്ല ഊർജം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചൂസ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഹൈറോഫൻ്റിൻ്റെ എനർജി നമ്പർ 5 ആണ്. ഒത്തിരി ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ, ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഒത്തിരി മാറ്റങ്ങളുടെ എനർജി കൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ആത്മീയമായിട്ടാണ്, സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. കുറച്ച് പേർക്കിത് നിങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഡിവൈൻ സപ്പോർട്ടുമായിരിക്കാം. കുറച്ച് പേർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രപ്പോസൽ വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ആൻസേഴ്സ്, സൊല്യൂഷൻസ് ആണ്. എന്തെങ്കിലും സിറ്റുവേഷന്
പ്രത്യേകിച്ചും നിങ്ങളുടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് വർത്ത്, മൂല്യം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും എനർജീസ്, ഭൂസ്വത്വമായിരിക്കാം, ലാൻഡ് ആയിരിക്കാം, പ്രോപ്പർട്ടി ആയിരിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു ആൻസർ, ഒരു സൊല്യൂഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പവർ, ഒത്തിരി അതോറിറ്റി, ഒത്തിരി സ്ട്രെങ്ത്ത്, ആ ഒരു എനർജി ഉള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് പേര് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാകാം. ഇവിടെയും ഒത്തിരി പവർ, സ്ട്രെങ്ത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക്, നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്, എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ എനർജി വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനൽ നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ദിവസത്തെ പൈൽ നമ്പർ 1ൻ്റെ 8 ഓഫ് കപ്സിൻ്റെ എനർജി. നിങ്ങളെ വിഷമിപ്പിക്കുന്ന പല എനർജീസിനോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ രീതിയിൽ, പുതിയ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇമോഷണലി ഡിസ്കണക്റ്റ് ആകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ ഒത്തിരി സമയം, ഒത്തിരി എനർജി ഒരു കാര്യത്തിന് കൊടുത്തിട്ടുണ്ടാകാം. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്പായിട്ടുണ്ടാകാം. ഒത്തിരി ഇമോഷണൽ, വൈകാരികമായിട്ടുള്ള എനർജി നിങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അതിൽ നിന്നിട്ടും ഒരു മോചനം, ഒരു ഫ്രീഡം ആയിരിക്കാം കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉപകാരമല്ലാത്ത കാര്യങ്ങൾ അവിടെ നിന്ന് വാക്ക് അവേ ചെയ്യാനായിട്ട്, അവിടെ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. പല രൂപത്തിൽ ഈ ഒരു എനർജി വർക്കാകുന്നുണ്ടാകാം. വ്യക്തിബന്ധങ്ങളിൽ, റിലേഷൻഷിപ്സിലായിരിക്കാം, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജലസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എനർജിയിൽ നിന്നിട്ടുമായിരിക്കാം നിങ്ങൾ വാക്ക് അവേ ചെയ്യുന്നത്, മുന്നോട്ട് ഒരു പുതിയ ഡയറക്ഷനിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുറച്ച് പേർക്ക് സമൂഹ സേവനത്തിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പവർ, നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കുറച്ച് പേര് യൂസ് ചെയ്യുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് എഗെയിൻ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രാവലാണ്, ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ ഈ ഒരു സമയത്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മൺഡേ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ എനർജി എന്താണെന്ന്. പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള ജൂൺ 9th ഗൈഡൻസ് എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 2. കുറച്ച് പേർക്ക് ഹോണസ്റ്റി, സത്യസന്ധത, ലോയൽറ്റിയുടെ എനർജി, ആത്മാർത്ഥതയുടെ എനർജി. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, നിങ്ങളോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക, ഹോണസ്റ്റായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം. ഓക്കെ, ഇത് തന്നെ എടുക്കാം. സണ്ണിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഒത്തിരി വാംത്ത്, ഒത്തിരി എന്താ പറയുക, ഹാപ്പിനെസ് നൽകുന്ന, സന്തോഷം നൽകുന്ന ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. ഒരു ഊഷ്മളമായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, നിങ്ങൾക്ക് ചുറ്റുമായിരിക്കാം. ആ ഒരു എനർജീസ് നിങ്ങളെ ഒത്തിരി, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൽ, നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിൽ എന്തെങ്കിലുമൊക്കെ പരിവർത്തനം, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മോർണിംഗ് ടൈമാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കടന്നു വരുന്നുണ്ടാകാം. എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒരു എൻഡിങ് ആയിരിക്കാം കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നത് ഈ ഒരു സമയത്ത്. കുറച്ച് പേർക്ക് ഹീലിംഗ് ആയിരിക്കാം. ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കായിരിക്കാം, നിങ്ങൾക്കായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റിവിറ്റി കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വിക്ടറി, ഒരു സക്സസിൻ്റെ എനർജിയും ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി വാംത്തിൻ്റെ എനർജിയാണ് ഓവറോൾ ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് ഔട്ടിങ്ങിന് പോകുന്നതായിരിക്കാം, പ്രകൃതിയായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യുന്നതുമായിരിക്കാം. അവിടെയായിരിക്കാം കുറച്ച് പേർക്ക് ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ്, മീറ്റിങ്സ് നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ടാകാം. കുട്ടികളുടെ എനർജിയും നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, ഇന്നത്തെ ദിവസം ഇമോഷണൽ എനർജി, വൈകാരികമായിട്ടുള്ള എനർജി,
അവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ചില ഇമോഷൻസ്, ചില ഫീലിങ്സ് നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ബ്ലോക്ക് ചെയ്യുന്നതായിട്ട്, തടസ്സപ്പെടുത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു ഹോണസ്റ്റി, സത്യസന്ധതയുടെ ഒരു കുറവായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പെരുമാറാത്തതായിരിക്കാം. എക്സ്പെക്റ്റേഷൻസ് നിങ്ങളെ എന്താ പറയുക തളർത്തുന്നതായിരിക്കാം. ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ടാകാം. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്കൊരു കോൾഡ് എനർജി, ഒരു ലോ വൈബ്രേഷൻ എനർജി ആയിരിക്കാം റിസീവ് ആകുന്നത്. അതായിരിക്കാം കുറച്ച് പേരെ ഇമോഷണലി കുറച്ചൊന്ന് അൺബാലൻസ്ഡ് ആയിട്ട് നിർത്തുന്നത്. കുറച്ച് പേർക്ക് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനർജീസ് നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പേരോട് ഗുരുക്കന്മാരുടെ എനർജി, അവരായിട്ടും കുറച്ചും കൂടെ പോസിറ്റീവ് രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു സപ്പോർട്ട് നൽകുന്ന വ്യക്തിയായിരിക്കാം ഈ ഒരു ഗുരു വന്നിട്ട്. ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഡിസ്കണക്ഷൻ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തന്മയത്തോടു കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരിക. ശരിക്കും നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമോഷൻസിൽ വർക്ക് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള എനർജിയിൽ കുറച്ചൊന്ന് വർക്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫും കരിയർ ലൈഫും തമ്മിലുള്ള ഒരു ബാലൻസ് ആയിരിക്കാം. രണ്ടും തമ്മിൽ കുറച്ചൊന്ന് ബാലൻസ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള എനർജീസ് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ നിരീക്ഷിക്കാനായിട്ടും പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയുടെ ഇമോഷൻസ്, വ്യക്തിയുടെ മൂവ്മെൻറ്റ്സ് നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതുമാകാം, ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്നതുമാകാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ, നിങ്ങൾക്ക് എന്താണോ ചെയ്യാനായിട്ടുള്ളത് അത് നിങ്ങൾ മറന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു എനർജിയിൽ വർക്ക് ചെയ്യുക. കുറച്ചും കൂടെ നിങ്ങളുടെ കരിയർ, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് യാത്രയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു സഹായം, ഒരു ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ ഓപ്പർച്യൂണിറ്റിയാണ്, യാത്ര ചെയ്യാനായിട്ടുള്ള അവസരമാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഹീൽ ചെയ്ത് സുഖപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം, ഒരു ഈശ്വരാനുഗ്രഹമാണ് ഈ ഒരു എനർജി വന്നിട്ട്. അപ്പോൾ എന്തൊക്കെ ടഫ് സിറ്റുവേഷൻസ് ആണോ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്, ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അത് കുറച്ചും കൂടെ നിങ്ങൾ മറികടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഓവറോൾ ഈ ഒരു കാർഡിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം സെൽഫ് റിയലൈസേഷൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം. നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യുന്ന ഒരു എനർജി, അത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ന്യൂസ്, കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും വാർത്തകൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ എന്താ പറയുക ലൈഫിലൊരു സ്റ്റെബിലിറ്റി, ഒരു മൈൻഡ്, ബോഡി, സ്പിരിറ്റിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ചോയ്സസ്, നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ആകാം ഇത് വന്നിട്ട്. ഫൈനലി നിങ്ങളുടെ ഇന്നത്തെ ഓവറോൾ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 2യുടെ ബ്ലെസ്സിങ് എന്താണ്? ഹാങ്ഡ് മാൻ. ഇതിലും ഒത്തിരി ഇവിടെ പറഞ്ഞ സെയിം കാര്യമാണ്. സെൽഫ് റിയലൈസേഷൻ്റെ എനർജി, നിങ്ങൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എനർജി, കാര്യങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം. നിങ്ങളോട് തന്നെ ചോദിക്കുന്ന എനർജി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേരൊരു പോസ് എടുക്കുന്നുണ്ടാകാം, എല്ലാത്തിൽ നിന്നും മാറിയിട്ട് വെക്കേഷൻ്റെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പേസിൽ, നിങ്ങളുടെ ആ ഒരു എനർജിയിൽ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ടിരിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കാനായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പൈസ ആയിരിക്കാം, വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കടം, അങ്ങനത്തെ എനർജീസ് ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് കൊടുത്തു തീർക്കാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള ഒരു റെസ്റ്റിംഗ് ഫേസുമായിരിക്കാം കുറച്ച് പേർക്ക് ഇത് വന്നിട്ട്.
ഓക്കെ, അപ്പോൾ ഒത്തിരി പീസ് ഓഫ് മൈൻഡിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അവിടെ കുറച്ച് പേർക്ക് ഒരു പോസിറ്റിവിറ്റി കടന്നു വരുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ മെയിൻലി നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇമോഷണൽ ഇൻ്റലിജൻസ്, നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള എനർജീസ് കറക്റ്റ് സ്പേസിൽ കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.